ചേട്ടൻ എങ്ങനെ ഈ ഒരു ഫാം തുടങ്ങാന്ന് വിചാരിച്ചേ? ഫാം തുടങ്ങിയത് നമുക്ക് നാടൻ പശുക്കൾ, നമ്മൾ വൈറ്റ് റെവല്യൂഷനും ഗ്രീൻ റെവല്യൂഷനും മുമ്പുള്ള പശുക്കളെയും വിത്തുകളെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അല്ലാതെ ഇപ്പൊ നമുക്ക് പഴയ വിത്തും പഴയ പശുക്കളും ഒന്നും ഇല്ലാതായി. അപ്പൊ അതുകൊണ്ട് ഉള്ളതിനെ സംരക്ഷിച്ച് കുഞ്ഞുമക്കൾക്ക് വേണ്ടി അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാകാൻ ഇവരൊക്കെ ഇവിടെ ഈ ലോകത്ത് വേണം. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ ഈ നാടൻ പശുവിന്റെ ഫാമിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇപ്പൊ ചേട്ടൻ പറയണത് ഇവിടത്തെ ഈ ഒരു പാല് കുടിച്ചു കഴിഞ്ഞാൽ വേറെ രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല, ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവുന്നാണോ പറയുന്നത്? അത് എങ്ങനെയാ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുന്നതൊക്കെ? ഇപ്പൊ നമുക്ക് കേരളത്തിലെ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് നാടൻ പശുക്കളേ ഉള്ളൂ, കുറച്ച് പാലേ കിട്ടുള്ളൂ. പക്ഷെ എല്ലാവർക്കും ഒരു കുഞ്ഞു പശുവിനെ വളർത്താം. അതിന് നമ്മൾ പശുവിനെ വളർത്തുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടി, അയ്യോ ചാണം വരണം, അയ്യോ പുല്ല് വെട്ടാൻ പോകണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ ഒരു സാധാരണ ഒരു വീടുള്ളവർക്ക് കാർ പോർച്ചിൽ ഒരു നാടൻ പശുവിനെ വളർത്താം. അതിന്റെ പാല് 1/2 ലിറ്ററോ 1 ലിറ്ററോ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൊടുത്താൽ വേറെ എന്ത് കൊടുക്കുന്നതിലും ഏറ്റവും നല്ല സംഭവം അതായിരിക്കും. ഇപ്പൊ എല്ലാവർക്കും ഇതുപോലെ പശുക്കളെ വളർത്താൻ പറ്റൂലല്ലോ. എല്ലാവർക്കും പറ്റണം. എല്ലാവരും നോട്ടിന്റെ പിന്നാലെ ഓടി ലോകത്തുള്ളതെല്ലാം നശിപ്പിക്കാനുള്ള ഇപ്പൊ ഒന്നും ഞാൻ കൊണ്ടുവന്നില്ല, വരട്ടെ ഇപ്പൊ വരാം, നശിപ്പിക്കാനുള്ളതല്ല, നോട്ടിന് വേണ്ടി തകർക്കാനുള്ളതല്ല പ്രകൃതി ഈ സംഭവങ്ങളൊന്നും. അത് ഇനിയും നമ്മുടെ കുഞ്ഞുമക്കളും അവരുടെ മക്കളൊക്കെ ഈ ലോകത്ത് ജീവിക്കാനും മറ്റു ജീവജാലങ്ങൾക്കും ജീവിക്കാനായിട്ട് വിടുക. ഈ നോട്ട് ഒന്നിനും വേണ്ടി തികയില്ല. എന്തോരം നോട്ട് ഉണ്ടായാലും കാര്യമില്ല. അപ്പൊ നോട്ടല്ല നമുക്ക് ആവശ്യം, ഇമ്മ്യൂണിറ്റി ഉള്ള ആരോഗ്യമുള്ള കുട്ടികൾ, ആരോഗ്യമുള്ള ശരീരത്തില് അസുഖങ്ങൾ ഉണ്ടാവില്ല. മനസ്സിലായി? നമ്മൾ പറയും വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറയുമല്ലോ. പക്ഷെ ആരോഗ്യമില്ലാത്തവർക്ക് ഈ വിദ്യയൊക്കെ എവിടെ കെട്ടിവെക്കും നമ്മൾ? അപ്പൊ ആരോഗ്യം